ഹായ് ഡേ ജെയ് ആസ്പിരൻസ്. സോ നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനേഷനിലേക്ക് ഉള്ളത്. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് റീചെക്ക് ഒക്കെ ചെയ്യേണ്ട, നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളെക്കുറിച്ചൊരു അവയർനെസ് പറയാനാണ്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഫസ്റ്റ് തിങ് ഇസ് യുവർ അഡ്മിറ്റ് കാർഡ്. നിർബന്ധമായിട്ട് നിങ്ങൾ 1, 2, 3 തവണ അത് ചെക്ക് ചെയ്യണം. അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ ബാഗിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ജെയുടെ അഡ്മിറ്റ് കാർഡ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും പല വർഷങ്ങളിൽ പല പരീക്ഷകളിലും ഈ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ പല കഥകളായിട്ട് കേൾക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. സോ അത് 2 തവണ ചെക്ക് ചെയ്യും, 2, 3 തവണ നിങ്ങൾ അത് ചെക്ക് ചെയ്യണം അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കരുതണം എന്നുള്ളതാണ്. ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത ഏതാണോ ഫോട്ടോ അതേ ഫോട്ടോ, സെയിം ബാക്ക്ഗ്രൗണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളെ കയ്യിൽ നിങ്ങൾ തീർച്ചയായിട്ടും കരുതണം. അതോടൊപ്പം തന്നെ ഒരു വാലിഡ് ആയ ID പ്രൂഫും. ഇപ്പോൾ നിങ്ങളുടെ ഏജിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വോട്ടേഴ്സ് ID ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. ആധാർ കാർഡ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും, അത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ആളുകളാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ID കാർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് നിർബന്ധമാണ്. അതും ഈ അഡ്മിറ്റ് കാർഡിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു 3, 4 തവണ അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. തലേ ദിവസം നിങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഉറപ്പുവരുത്തി വെക്കണം. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പും അതൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ പോകാവും. 3 കാര്യങ്ങളാണ്. 1, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. 2, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആപ്ലിക്കേഷനിൽ കൊടുത്ത അതേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 3, ഒരു വാലിഡ് ആയ ID പ്രൂഫ്. ദെൻ നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡ്രസ് കോഡ് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജെയ് മെയിൻ എക്സാമിനേഷനിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഡ്രസ് കോഡ് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ് കോഡ് പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ധരിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആ ഒരു വസ്ത്രമൊക്കെ ഓൾറെഡി സെറ്റായിട്ട് ഒരു തവണ ഇട്ടൊക്കെ നോക്കി ഒന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ സെറ്റാക്കി ഓൾറെഡി വെക്കുക. ദെൻ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ, ആസ് യു നോ, നമ്മൾ ഡ്രസ് കോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിൽ മെറ്റൽ ഐറ്റംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. ബെൽറ്റ്, ഓർണമെന്റ്സ്, ഈ മെറ്റൽ ബട്ടൺസ് ഒക്കെ ഉള്ള ഭാഗങ്ങൾ, അത്തരം വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അതൊക്കെ ഒഴിവാക്കിയിട്ട്, പരമാവധി അല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി അവോയ്ഡ് ചെയ്തിട്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. സ്മാർട്ട് വാച്ച്, മൊബൈൽ ഫോൺ, ഡിജിറ്റലായിട്ട് റിലേറ്റഡ് ആയ എന്തെങ്കിലും ഗാഡ്ജറ്റ്സുകളോ ഡിവൈസുകളോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ നിങ്ങൾ ഭദ്രമായി വീട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോവുക. അതോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽസ്, ചെറിയ ഷോർട്ട് നോട്ട്സുകൾ, ബുക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ വന്നത്. ഒക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോവുക. അവസാനവട്ട പ്രിപ്പറേഷൻ്റെ ഒരുപാട് പ്രോഗ്രാംസുമായിട്ട് സൈലത്തിൻ്റെ അക്കാഡമിക് ടീം, എൻറ്റയർ ജെയ് ഫാക്കൽറ്റീസ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് നമ്മുടെ ചാനലിൽ വരികയും ചെയ്യും. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.